ഹായ് ഓൾ, വെൽക്കം ടു ദി വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSEയിൽ വരുന്ന +2 ഒരു പോമാണ്. ദ ബ്ലഡ് എന്ന് പറയുന്ന പോയം റിട്ടൺ ബൈ കമലാദാസ് ആണ്. സോ പോയമിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. Blood is a poem written by Kamaladas which is set in the beautiful town of Malabar in Kerala. അപ്പോൾ നമുക്കറിയാം, അതായത് ഈ പോയംസ് എഴുതിയിരിക്കുന്നത് കമലാദാസാണ്. ഇത് കേരളത്തിലെ മലബാർ പ്രദേശത്താണ് ഈ സ്റ്റോറി നടക്കുന്നത്. ദ പോയറ്റ് depicts the aristocracy of the yesteryears. The poem opens up a window into the heart of a little girl and how the world has molded her. So ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ലിറ്റിൽ ഗേളിനെ വെച്ചിട്ടാണ്, വിച്ച് മീൻസ് കമലാദാസിൻ്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ ആ ഒരു വേൾഡ്, അവൾക്ക് ചുറ്റുമുള്ള ആ വേൾഡ് എങ്ങനെയാണ് അവളെ മോൾഡ് ചെയ്തെടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഷീ ഹാഡ് ബീൻ എ ന്യൂ കൊക്കൂൺ ബട്ട് ദ വേൾഡ് ഹാസ് ടേൺ ഹർ ഇൻ ടു എ ബട്ടർഫ്ലൈ. അവളൊരു കൊക്കൂണായിരുന്നു, പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേൾഡ് അവൾ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് ചേഞ്ച് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ദ പോയം സെറ്റ് ഇൻ 1940s. 1940 ഈ പോയംസ് നടക്കുന്നത്. കമല ഈസ് ആൻ ഇൻക്വിസിറ്റീവ് ചൈൽഡ് ആൻഡ് ഷി ഒബ്സർവ് നേച്ചറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന നേച്ചർ ലവറായിട്ടുള്ള ഒരു ഗേളായിരുന്നു കമല. അവൾ വളരെ കീനായിട്ട് തന്നെ നേച്ചറിനെ ഒബ്സർവ് ചെയ്തിരുന്നു. ഷീ ട്രൈസ് ടു ഡ്രോ ഹർ ഫാൻറ്റസീസ് വിത്ത് ദ സാൻഡ് ആൻഡ് ഷീ പ്ലേസ് വിത്ത് ഹർ ബ്രദർ ഓൺ ദ സാൻഡ്. അവളുടെ ഫാൻറ്റസീസ് ആയിട്ടുള്ള, അതായത് അവളുടെ മൈൻഡിൽ കിടക്കുന്ന കുറേ ഫാൻറ്റസീസ് ഉണ്ട്, അതെല്ലാം അവൾ ഡ്രോ ചെയ്യുമായിരുന്നു, അതായത് മണലിൽ ഡ്രോ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവളുടെ ബ്രദറുമായിട്ട് സാൻഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എ ലവർ ഓഫ് നേച്ചർ, കമല എൻജോയ്സ് ദ സെറനിറ്റി ഇൻ നേച്ചർ വെൻ ഷീ സ്റ്റേസ് അറ്റ് ഹർ ഗ്രാൻഡ് മദേഴ്സ് പ്ലേസ്. അവൾ കൂടുതലായിട്ടും നേച്ചർ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്തിരുന്നത് ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലുള്ള സമയത്തായിരുന്നു. ഗ്രാൻഡ് മദറിൻ്റെ വീടെന്ന് പറയുമ്പോൾ പണ്ടത്തെ നാലുകെട്ടാണ്. ആ നാലുകെട്ടിൽ ചുറ്റുപാടും ഒരുപാട് സ്ഥലവും നീർമാതള പൂക്കളും അതുപോലെ തന്നെ കുളവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ വീടായിരുന്നു ഗ്രാൻഡ് മദറിൻ്റെ ഹൗസ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ അവൾ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. കാരണം ഒരുപാട് കളിക്കാം, അതുപോലെ തന്നെ ഒരുപാട് എൻജോയ് ചെയ്ത് നടക്കാം. ബട്ടർഫ്ലൈസ്, അതുപോലെ തന്നെ ബേർഡ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, നേച്ചർ, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് ഈസി ആയിട്ട് എൻജോയ് ചെയ്യാം. ഫ്രഷ് എയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ അവൾക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ ഹൗസായിരുന്നു. അതോടൊപ്പം തന്നെ അവളുടെ ഒരു നീർമാതളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ മരത്തിൻ്റെ ചോട്ടിലിരിക്കാനായിരുന്നു അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ ഫേസിൽ കാണാൻ പറ്റുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ആങ്സൈറ്റിയും അതുപോലെ തന്നെ ഫിയറും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ ഏജ് പറയുന്നുണ്ട് 86 years old ആണ്. ദ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഇസ് ആങ്ഷ്യസ് അബൌട്ട് ഹർ ആൻസെസ്ട്രൽ ഹൗസ് ദാറ്റ് ഇസ് പെരിഷിംഗ്. The fantasies of the little child and realities the great grandmother, which are bitter, are what lets the poet brings out her creativity in the poem. The poet clearly states various situations where the reader can see many conflicting experiences. So here the poet is mentioned about her grandmother's house. ഗ്രാൻഡ്മദറിൻ്റെ ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഹൗസിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം പഴക്കമുള്ള വീടാണത്. അപ്പോൾ ആ വീടെന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദ പോയം ടേക്സ് ദ റീഡേഴ്സ് ടു റിച്ച് പാസ്റ്റ് ദാറ്റ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ലിവ്സ്. അപ്പോൾ ഈ പോയം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് മദറിൻ്റെ റിച്ച് ആയിട്ടുള്ളൊരു പാസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് അതും ഇവിടെ റിവീൽ ചെയ്യുന്നുണ്ട്. ഷി ഓൺ എലിഫൻസ്, ജ്വൽ ബോക്സ് ആൻഡ് സാൻഡൽ ഓയിൽ, ഓൾ വിച്ച് വേർ സിംബോളിക് ഓഫ് ദ യൂത്ത്ഫുൾ ആൻഡ് എക്സ്ട്രവാക്ഷൻ. സോ ഗ്രാൻഡ് മദറിന് സ്വന്തമായിട്ടൊരു ആന ഉണ്ടായിരുന്നു, അതായത് സ്വന്തമായിട്ട് ആനകളുണ്ടായിരുന്നു, ജ്വൽ ബോക്സ് ഉണ്ടായിരുന്നു, സാൻഡൽ ഓയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് മദർ ഒരിക്കൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് യൂത്ത്ഫുള്ളിനെയും അതുപോലെ തന്നെ അവരുടെ ലൈഫിനെ കുറിച്ചും ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഷി ഗോട്ട് മാരീഡ് ടു എ പ്രിൻസ്. അത്യാവശ്യം നല്ല ക്യാഷുള്ള ഒരു പ്രിൻസിനെ തന്നെയാണ് അവർ കല്യാണം കഴിച്ചത്. ഹൗവർ വിത്തിൻ എ ഇയർ ഓഫ് ഹർ മാരേജ് ഷി ലോസ് ഹർ ഹസ്ബൻഡ്. പക്ഷെ എന്നിരുന്നാലും അവളുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. The woman who lives with her grandmother thus dies along with the death of the husband. However, the great grandmother is full of pride and she carries it even to her grave.
അപ്പോൾ ഗ്രാൻഡ് മദർ അവരതിന് ശേഷം അവരുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി തന്നെ അവർ ഒരുപാട് വിഷമങ്ങളൊക്കെ സഹിച്ച് ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. The little girl Kamala, when she visits her great grandmother's home, sees all the miseries of her great grandmother. ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ അവർ ഫേസ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മിസറീസൊക്കെ ആയിരുന്നു. അതായത് ഗ്രാൻഡ് മദറിൻ്റെ വിഷമങ്ങളൊക്കെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഷീ ദെൻ പ്രോമിസസ് ഹർ ദാറ്റ് ഷീ വിൽ ഡു ഹർ ബെസ്റ്റ് ടു സേവ് ദിസ് ഹൗസ് വിച്ച് 30 years ഓൾഡ്. 300 വർഷം പഴക്കമുള്ള ആ ഒരു ഹൗസ് അവൾ സേവ് ചെയ്യാം. അതായത് അവൾ വലിയൊരു കുട്ടിയായ ശേഷം അവൾക്ക് ജോലിയൊക്കെ കിട്ടിയ ശേഷം അവളത് സേവ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു പ്രോമിസൊക്കെ ഗ്രാൻഡ് മദറിന് കൊടുത്തു. ഹവർ റിയാലിറ്റി സ്ട്രൈക്സ് ഹെർ ആൻഡ് ഷീ ലേൺസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഈസി ടു മേക്ക് മണി. പക്ഷേ പിന്നീടാണ് അവൾ റിയാലിറ്റി മനസ്സിലാക്കിയത്. ഈ ക്യാഷ് ഉണ്ടാക്കുക എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു ജോബല്ല. ഷീ സീസ് ദ ഹോൾ ഹൗസ് ക്രംപ്ലിംഗ് ഡൗൺ. ആ വലിയൊരു വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് അവൾ കണ്ടു. ദർ ആർ വൈറ്റ് ആൻഡ്സ് ദാറ്റ് വാക്ക് ഫിയർലെസ്ലി ഇൻ ദ ഓൾഡ് ഹൗസ്. ഒരു പേടിയുമില്ലാതെ വെള്ള നിറത്തിലുള്ള ഉറുമ്പുകളെല്ലാം ആ വീടിന് ചുറ്റും നടക്കുന്നു. കമല ആസ് ഹർ ഗ്രാൻഡ് മദർ ടു ഫോർഗീവ് ഹെർ ആസ് ഷീ ഫൈൻഡ്സ് ഹെർ സെൽഫ് ഇൻകാപ്പബിൾ ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ ഹൗസ്. അപ്പോൾ കമല മനസ്സുകൊണ്ട് അവളുടെ ഗ്രാൻഡ് മദറിനോട് മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ആ വീട് എങ്ങനെയെങ്കിലും നേരാക്കാം എന്നൊരു പ്രോമിസ് കൊടുത്തിരുന്നു. ബട്ട് ഷീ കാൺട്ട് ഡു ദാറ്റ്. അല്ലെങ്കിൽ ആ ഒരു പ്രോമിസ് അവൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ദീസ് ആർ ദ തോട്ട്സ് ദാറ്റ് ഫോളോ ഹർ ഓൾ ത്രൂ ലൈഫ്. ഈ തോട്ട്സ് അവളുടെ ലൈഫ് കംപ്ലീറ്റ് അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഷി ദസ് ഗെറ്റ്സ് ഇമ്പാക്റ്റഡ് by this childhood experience. Kamala feels guilty that she had plucked her grandma soul and had flung into her grave. Kamala is also a powerful lady who takes pride in her royal blood. The only problem is that she finds impossible to fulfill the promise that she had given to her great grandmother of renovating her home. So Kamala, according to kamaladas, we all know that lady എന്ന് പറയുന്ന ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ ആ ലേഡിക്ക് ഒരു ദിവസം രാത്രിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പ്രായമൊക്കെ സമയത്ത് ഒരു ദിവസം നൈറ്റിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തു. അതായത് ഗ്രാൻഡ് മദറിന് എന്തോ അസുഖം വന്ന പോലെ അവൾ ഡ്രീം കണ്ടു. ആ ഡ്രീമിൽ അവൾ ഞെട്ടിനീറ്റ ശേഷം പിന്നെ അവൾക്ക് അന്നത്തെ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല. പക്ഷേ നെക്സ്റ്റ് മോർണിംഗ് അവൾ അറിയുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ മരിച്ചുപോയി എന്നുള്ള ഒരു ന്യൂസാണ് അവൾ അറിഞ്ഞത്. അതായത് ഗ്രാൻഡ് മദർ മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം അവൾ ഡ്രീമിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്ന് അവൾക്ക് ഫീൽ ചെയ്ത, അങ്ങനെ ചെയ്തിരുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് മദറിന് കൊടുത്ത പ്രോമിസ് അവൾക്ക് ഒരിക്കലും പാലിക്കാൻ സാധിച്ചില്ല. In the poem Blood, the little Kamala could empathize with struggles that her grandmother went through in her life. She becomes the part of loneliness and sorrow of her great-grandmother. It was her great-grandmother who taught her how to love, to devote and forgive. സോ ഈ ഒരു പോയമിൽ, അതായത് ഒരാളുടെ ലൈഫിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഒരു മനുഷ്യൻ എങ്ങനെ ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവളെ ടീച്ച് ചെയ്തതെന്ന് അവളുടെ ഗ്രാൻഡ് മദർ ആയിരുന്നു. അതായത് എങ്ങനെ ഒരാളെ എങ്ങനെ സ്നേഹിക്കാം, ഹൗ ടു ലവ്, അതുപോലെ തന്നെ ക്ഷമിക്കാം, അതായത് മറ്റുള്ളവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അതിന് ക്ഷമ കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ക്ഷമിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവളെ പഠിപ്പിച്ച ഗ്രാൻഡ് മദർ ആയിരുന്നു. The poet has been able to design the wordings carefully and very poetically. ഇവിടെ പോയറ്റ് വളരെ കെയർഫുള്ളായിട്ടും അതുപോലെ തന്നെ വളരെ പോയറ്റിക്കലായിട്ടുമാണ് വേർഡ്സൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹർ വേർഡ്സ് കണക്ട് ദ റീഡേഴ്സ് ഫ്രം ദ ഇൻസൈഡ് ആസ് വെൽ ആസ് ഔട്ട്സൈഡ്. അതായത് നമ്മളുടെ റീഡേഴ്സ് ആസ് എ റീഡർ ഇത് വായിക്കുമ്പോൾ നമ്മൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു ഫീലിങ്സ് വരും. കാരണം ഒരു വയസ്സായ ഒരു സ്ത്രീ, അതായത് ഒരു വുമൺ, ആ വുമണിൻ്റെ നല്ല കാലഘട്ടങ്ങളിൽ അവർ നന്നായിട്ട് തന്നെയാണ് ജീവിച്ചത്. എൻ്റെ ആവാറായപ്പോഴേക്കും അവർക്ക് ഒരൊറ്റ പ്രതീക്ഷയുണ്ടായിരുന്നു, അവരുടെ വീടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം, അതായത് വീടിന് പ്രശ്നങ്ങളൊന്നും വരരുത്, അത് നന്നായിട്ട് കൊണ്ടുപോകാൻ ഒരാൾ വേണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. പിന്നെ അത് മാത്രമല്ല, വളരെ യങ്ങർ ഏജിൽ തന്നെ, കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുള്ളൊരു വിഡോ ആയിരുന്നു ആ സ്ത്രീ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത്. The poet gives readers a peek into a heart of a little girl and how she changes from a naive cocoon into a butterfly. അതായത് ഒരു ചെറിയ കൊക്കൂണായിരുന്ന ഒരു കമലദാസ് എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ബട്ടർഫ്ലൈ ആയി മാറാൻ ഉണ്ടായ റീസൺ സൊസൈറ്റി തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നു. The poet has shared her own experience in writings which in turn let the readers connect with her feelings.
ആൻഡ് ദ പോയം ദ ഹൗസ് ലെറ്റ്സ് റീഡേഴ്സ് വ്യൂ ഇൻ ഒതൻറ്റിസിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പോയമിൽ പറയുന്നത്.